ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ കുറയുകയാണെങ്കിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളും അതിനോടൊപ്പം എങ്ങനെ നമ്മുടെ ബോഡിയിലേക്ക് ഈ വൈറ്റമിൻ ഡിയെ എത്തിക്കാം എന്നതിനെ കുറിച്ചുമാണ്. നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ ഡി കുറയുമ്പോൾ പ്രധാനമായി കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി പൊഴിച്ചിലാണ്. ധാരാളമായി മുടി പൊഴിഞ്ഞു പോകുന്നു. അതിനോടൊപ്പം റെസിസ്റ്റൻസ് പവർ കുറഞ്ഞിട്ട് റിക്കറന്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം നമ്മുടെ ബോഡിയിലെ ബോൺസിനും ജോയിന്റ്സിനും ഒക്കെ പെയിൻ വന്നുകൊണ്ടിരിക്കുന്നു. മസിൽ ഫറ്റീഗ് വരുന്നു. എപ്പോഴും കിടന്ന് ഉറങ്ങണമെന്ന് ചിന്ത, പക്ഷെ ഉറക്കം വരുന്നില്ല. അതിനോടൊപ്പം ആങ്സൈറ്റി, ഡിപ്രഷൻ എന്നിവയിലോട്ട് പോകുന്നു. ഈ വൈറ്റമിൻ ഡി കൂടുതലായിട്ട് കുറവ് ഉണ്ടാകുമ്പോൾ എങ്ങനെ നമ്മുടെ ബോഡിയിലേക്ക് അതിനെ എത്തിക്കാം എന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് കൂൺ കഴിക്കുകയാണെങ്കിലോ പാലുൽപ്പന്നങ്ങൾ, തൈര്, അതിനോടൊപ്പം നമുക്ക് കഴിക്കാവുന്നതെന്ന് പറഞ്ഞാല് നമുക്ക് മീറ്റ്, ഫിഷ്, ലിവർ എന്നിവയൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ധാരാളമായി മുട്ടയുടെ വെള്ളം ഇവയൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഡി എത്തിക്കാം. അതിനോടൊക്കെ പ്രധാനമായി നമ്മുടെ വെയിൽ ഏൽക്കുകയാണെങ്കിൽ മുഖത്തൊക്കെ സൺസ്ക്രീൻ ഇട്ടതിന് ശേഷം നമ്മുടെ ബോഡിയിൽ വെയിൽ കൊള്ളുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് വൈറ്റമിൻ ഡിയെ നമുക്ക് കിട്ടും. നമ്മൾ വെയിൽ കൊണ്ടുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ പോലും എന്തുകൊണ്ട് തലമുടി പൊഴിയുന്നു, വൈറ്റമിൻ ഡി കുറയുന്നു എന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ലിവർ ആണ് ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, വൈറ്റമിൻ ഡിയെ. ഫാറ്റി ലിവർ ഉള്ള ഒരാൾക്ക് നമ്മുടെ വെയിൽ കൊണ്ടെന്ന് പറഞ്ഞാലും ആ ബോഡിയിൽ എത്തി എങ്കിൽ പോലും അതിനെ സ്റ്റോർ ചെയ്ത് വെക്കാനൊരു സ്ഥലമില്ല. ഫാറ്റ് കയറി അടഞ്ഞു കിടക്കുകയാണ്. ആയതുകൊണ്ട് നമുക്ക് ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ ലിവറിന് പര്യാപ്തമല്ല. ലിവറിന്റെ അത് ഫാറ്റി ലിവർ ആണ്. അതുകൊണ്ട് നമുക്ക് വെയിൽ കൊള്ളുന്ന ആളാണെങ്കിലും ഫാറ്റി ലിവർ ഉള്ളതാണെങ്കിൽ ഇവർ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ വൈറ്റമിൻ ഡി കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കുറയാണെങ്കിൽ കഴിക്കാവുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ മേടിക്കാൻ കിട്ടുന്നത് ഇതിന്റെ പേര് കോൾ കാൽസിഫറോ ഗ്രാനുൾസ് എന്നാണ്. ഡി റൈസ് എന്നറിയപ്പെടും. ഇതിന്റെ സായ്ക്കറ്റ്, വൈറ്റമിൻ ഡിയുടെ സായ്ക്കറ്റ് ആണ്. ഇത് പാലിന്റെ അകത്ത് ഇട്ടതിന് ശേഷം ഇത് നല്ലതുപോലെ കലക്കി ഒരാഴ്ച ഒരു സായ്ക്കറ്റ് വെച്ച് അങ്ങനെ അടുപ്പിച്ച് ഒരു 6 ആഴ്ച കുടിക്കുകയാണെങ്കിൽ നമ്മുടെ വൈറ്റമിൻ ഡിയുടെ കുറവ് നമുക്ക് നികത്താം. ഇത് കാൽസ്യം, പാലിന്റെ അകത്ത് കൂടുതൽ കാൽസ്യം ഉള്ളത് കൊണ്ടാണ് അബ്സോർപ്ഷൻ കൂട്ടി നമ്മൾ ഈ പാലിന്റെ അകത്തിട്ട് കുടിക്കാൻ പറയുന്നത്. അതുപോലെ തന്നെ ബോണിന് കൂടുതലായിട്ട് പെയിൻ വരാൻ കാരണം എന്ന് വെച്ചാൽ വൈറ്റമിൻ ഡി കുറയുമ്പോൾ ഇതിന്റെ കാൽസ്യത്തിന്റെ ഫോസ്ഫറസ്, ബോൺ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരിക്കുന്നത് കാൽസ്യം ഫോസ്ഫറസ് കൊണ്ടാണ്. ഈ വൈറ്റമിൻ ഡി കുറയുമ്പോൾ കാൽസ്യവും ഫോസ്ഫറസും ബോണിലോട്ട് അബ്സോർപ്ഷൻ നമ്മൾ കഴിക്കുന്നുണ്ട് ഇതിനല്ല, പക്ഷെ ബോണിനും അബ്സോർബ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു വൈറ്റമിൻ ഡി കുറവായതുകൊണ്ട്. അതുകൊണ്ടാണ് ബോണിന് പ്രശ്നങ്ങളും വേദനകളും ജോയിന്റ്സിന് വേദനകളും ഒക്കെ വരുന്നത്. സൗന്ദര്യത്തെ നശിപ്പിക്കുന്ന ഹെയർ ഫോള് കുറയ്ക്കാം. അതുപോലെ തന്നെ ഹെയർ ഫോളിന് വേറെ 2 കാരണങ്ങളുണ്ട്. താരനും തൈറോയ്ഡ് പ്രോബ്ലം. ഇതുണ്ടോന്നും കൂടെ നോക്കുന്നത് നല്ലതായിരിക്കും. മുടി കൊഴിച്ചിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ നോക്കുന്നത് നല്ലതായിരിക്കും. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക.